കഴിഞ്ഞ 4 മാസത്തെ മേഘയുടെ ശമ്പളം മുഴുവനും കാമുകന് വിഴുങ്ങി. പിച്ചക്കാശ് പോലെ 1000-500 ഒക്കെ കൊടുക്കും. 1,00,000 രൂപ മാസം ശമ്പളം കിട്ടിയിട്ട് പോലും പട്ടിണി കിടക്കേണ്ട അവസ്ഥയായിരുന്നു മേഘക്ക്. ഗൂഗിൾ പേയിലൂടെ മാത്രം മേഘ കാമുകന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുള്ളത് 3.5 ലക്ഷത്തോളം രൂപയാണ്. ഞാൻ പറഞ്ഞത് ആരെ കുറിച്ചാണെന്നും എന്തിനെ കുറിച്ചാണെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ. 2 ദിവസം മുന്നേ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച ഇന്റലിജന്റ് ബ്യൂറോ ഓഫീസർ ആയിട്ടുള്ള പെൺകുട്ടിയെ കുറിച്ചാണ്. ഇപ്പൊ ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന മേഘയുടെ അച്ഛൻ തന്നെ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് മേഘയുടെ അച്ഛൻ ഇപ്പൊ നടത്തിയിരിക്കുന്നത്. ഇന്നലെ മേഘയുടെ അച്ഛനെ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ തന്നെ തരിച്ചിരുന്നു പോയി. സ്വന്തം കാമുകൻ വേണ്ടെന്ന് പറഞ്ഞത് കാരണമായിട്ടാണ് മേഘ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത് എന്ന വാർത്തയായിരുന്നല്ലോ ഇത്രയും കാലം പ്രചരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നലെ മേഘയുടെ അച്ഛനെ വെളിപ്പെടുത്തലോടെ അതിനപ്പുറമാണ് കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെറും ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലം എന്നതിനപ്പുറത്തേക്ക് വൻ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പിന് മേഘ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മേഘയുടെ കാമുകന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. സുഗാന്ത് പി സുരേഷ് എന്നാണ് അവന്റെ പേര്. ആ ഒരു ഫോട്ടോ ഞാൻ സൈഡ് കൊടുക്കാം. മലപ്പുറം എടപ്പാട് സ്വദേശിയാണ്. ഇവൻ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കണ്ടുകഴിഞ്ഞാണെങ്കിൽ 2 പൊട്ടിച്ചോ, ഒരു മടി കാണിക്കണ്ട. കാരണം അമ്മാതിരി ഊളത്തരാണ് അവൻ കാണിച്ചു വെച്ചേക്കുന്നത്. അത് ഞാൻ വഴിയെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും മരിച്ചുപോയ മേഘയുടെ അച്ഛനെ വെളിപ്പെടുത്തലുകളിലേക്ക് നമുക്ക് വരാം. ഈ മേഘയുടെ അക്കൗണ്ടിൽ നിന്നുള്ള ശമ്പളം അവന്റെ അക്കൗണ്ടിലേക്ക് പിടിച്ചു വാങ്ങിക്കുന്നതിന് പുറമെ തന്നെ ഈ സുകേഷ് എന്ന് പറയുന്നവൻ മേഘയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പറയുന്ന സുഗാന്ത് മുത്ത് മേഘ പലതവണ തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിൽ നിന്നും ഇത് പോലീസ് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. മേഘയുടെ അമ്മാവൻ തന്നെയാണ് ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാം ലവേഴ്സ് അല്ലേ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നത് സ്വാഭാവികമാണെന്നുള്ളത് അല്ലേ. ഇങ്ങനെയൊക്കെ ഇവർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ പലതവണ അവർ പല സ്ഥലത്തും റൂം എടുത്ത് തങ്ങിയിട്ടുണ്ടാകും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവർ പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഒരു ചെക്കൻ പെണ്ണിനോട് പറയാണ് എനിക്ക് നിന്നെ വേണ്ട എന്ന്. അങ്ങനെയെങ്കിൽ ആ പെണ്ണിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ. ആത്മാഭിമാനമുള്ളൊരു പെണ്ണ് ഒരാണുമായി ശരീരം പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അവൻ അത്രത്തോളം ട്രസ്റ്റ് ചെയ്തിരിക്കണം അല്ലേ. അപ്പൊ അത്രയും ട്രസ്റ്റ് ചെയ്തതിന്റെ പുറത്ത് അവൻ ഒരിക്കലും എന്നെ വിട്ടുപോകില്ല എന്നുള്ള ഉറപ്പിന്മേൽ ഇങ്ങനെ ശരീരം പങ്കുവെച്ചതിന് ശേഷം എനിക്ക് നിന്നെ വേണ്ട, ഞാൻ വേറെ പെണ്ണിനെ കെട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഞാൻ അവളെയാണ് കെട്ടുന്നെന്ന് പറയുമ്പോൾ ലിറ്ററലി ഏത് പെണ്ണും തകർന്നു പോകും അല്ലെ. അതേ ഒരു മാനസികാവസ്ഥയിലൂടെ മേഘ കടന്നു പോയിരുന്നിരിക്കണം. ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഒരാൾ ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ട് എന്ന് കരുതി അയാളുമായി വിവാഹം ഉറപ്പിച്ചാൽ പോലും വിവാഹത്തിന് മുന്നേ ഒരു കാരണവശാലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. കാരണം ഇതെല്ലാം കഴിഞ്ഞ് നാളെ അവനെ നിങ്ങളെ കെട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മരിക്കുന്നത് വരെ അതൊരു തീരാവേദനയായിട്ട് മനസ്സിലുണ്ടാകും. ഇപ്പൊ ഇവിടെ മേഘന്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. കല്യാണം വരെ പറഞ്ഞു വെച്ചതായിരുന്നു ഇവർ തമ്മിൽ. എന്നിട്ടാണ് അവൻ അവളെ മൂഞ്ചിപ്പിച്ചിറങ്ങിപ്പോയത്. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്തായാലും മേഘ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം എയർപോർട്ടിൽ അന്വേഷണം നടത്തിയപ്പോൾ അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 4-5 മാസമായിട്ട് മേഘയ്ക്ക് ശമ്പളം കൃത്യമായി എല്ലാ മാസവും മുഴുവനായിട്ടും കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുള്ളിക്കാർ എപ്പോഴും അവധിയായിരിക്കും. ഇനിയിപ്പോ അവധിയിലെ ലോസ് ഓഫ് പേയും കഴിച്ച് ബാക്കി മിച്ചം കിട്ടുന്ന പൈസ ആണെങ്കിലോ കാമുകനായിട്ടുള്ള സുഗാന്തും പിടിച്ചു മേടിക്കും. എന്നിട്ട് അവന്റെ വക 500-1000 എല്ലാ മാസവും പിച്ചക്കാശായിട്ട് അവളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അവൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്നാണ് പിടിച്ച് വാങ്ങിയിട്ട് അതിൽ നിന്നും പിച്ചക്കാശ് തിരിച്ചു കൊടുക്കുന്നത്. ഇത്രത്തോളം വലിയ ഊളയാണ് ഇവരെന്ന് തെളിയിക്കാൻ വേറെ എങ്ങോട്ടെങ്കിലും പോകണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മേഘയുടെ അച്ഛൻ ഇന്നലെ മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ ചാനൽ വന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊന്ന് കേട്ടോ. നമുക്ക് കിട്ടിയ അതായത് വിശ്വസിക്കാൻ പറ്റുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും അവസാനം നമ്മളെടുത്ത ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഇവന്റെ അക്കൗണ്ട് ഇവന്റെ പേരുണ്ട്. ആ അക്കൗണ്ടിലേക്ക് പൈസ പോയിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എടപ്പാൾ സ്വദേശിയായ സുഗാന്ത് സുരേഷ്. ഈ മേഘയുടെ ശമ്പളം അങ്ങോട്ട് ഫോർവേഡ് അതായത് അവസാനത്തെ 10 മാസം ഒക്ടോബർ മുതൽ അങ്ങോട്ട് ഫുള്ളായിട്ട് മേഘയുടെ അക്കൗണ്ടിൽ വരും, തിരിച്ചവൻ്റെ അക്കൗണ്ടിലേക്ക് പോകും. അതുവരെ കുറേശ്ശെ നമ്മൾ കടം മേടിക്കുന്ന പോലെ കുറേശ്ശെ മേടിക്കും, തിരിച്ചു കൊടുക്കും. ആ രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചെക്കൻ ഒരു കലിപ്പൻ ടൈപ്പ് കാമുക തന്നെ ആവണം അല്ലെ. ഇവർക്കിടയിലെ പ്രണയം ബന്ധം ഒരു കലിപ്പൻ കാന്താരി ടൈപ്പ് തന്നെയാണ്. പ്രണയിക്കുന്ന കാലത്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെട്ടിക്കഴിഞ്ഞാൽ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. കാലം എത്ര പുരോഗമിച്ചാലും ഇങ്ങനത്തെ കാമുകന്മാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. ഇതേപോലെ കാമുകിൽ ഇന്നെല്ലാം പിടിച്ചു വാങ്ങിച്ച് അവളെ അടിമയാക്കി വെക്കുന്ന കാമുകന്മാർ എന്റെ അറിവിൽ തന്നെയുണ്ട് ഒരുത്ത്. അവന് പ്രണയിക്കുന്ന കാലത്ത് കാമുകിന്റെ മാല ഒരു ഊരി വാങ്ങിച്ചിട്ടുണ്ട്. എന്നാലും ലാസ്റ്റ് അവർ പിരിയും ചെയ്ത് കേട്ടോ. എന്തായാലും മേഘയുടെ അച്ഛൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇവന്റെ ഉദ്ദേശം ക്ലിയർ ആണ്. ഇവൾ അത്യാവശ്യം വരുമാനമുള്ള പെണ്ണാണെന്ന് മനസ്സിലാക്കി ശാരീരികമായും സാമ്പത്തികമായും ഇവളെ നന്നായി ഉപയോഗിക്കുക. ഇവന്റെ മനസ്സിൽ അപ്പോഴും വേറെ പെണ്ണാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നൈസായിട്ട് കറിവേപ്പില പോലെ അവളങ്ങ് തട്ട. അവസാനം താൻ കറിവേപ്പിലയായി എന്ന് മനസ്സിലാക്കിയ നിമിഷം അവളങ്ങ് ജീവിതം അവസാനിപ്പിച്ചു. ഇതിപ്പോ മേഘ മരിച്ചത് കൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇവൻ മേഘയെ പോലെ തന്നെ എത്ര പെൺകുട്ടികളെ മുമ്പ് ചൂഷണം ചെയ്ത് കാണും. ഒരേ സമയം ഇവൻ ഒന്നിലധികം റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുന്നവനാണ് എന്ന് ഇവനെ കുറിച്ച് മുമ്പ് ഒരാൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഇവന് പല പെൺകുട്ടികളും ഇതുപോലെ ചൂഷണം ചെയ്തിട്ടുണ്ടാവണം. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ മേഘയുടെ അച്ഛൻ ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോക്കാം. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് കൂട്ടുകാർ പറഞ്ഞത് അവർക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഊണ് കഴിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല, എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ അവസ്ഥ വരെ എത്തിയത് സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞത്. അതെ, അവർ വിളിച്ചവർ തന്നെയാണ് പറഞ്ഞത്.
അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ അറിയിച്ചിരുന്നു അങ്ങനെ? ഇല്ല, നമ്മളെ ആരും അറിയിച്ചിട്ടില്ല. സാമ്പത്തികം ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇത്രയും ശമ്പളം ഉണ്ടെങ്കിൽ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കില്ലേ എവിടെ പോയെന്ന്. പക്ഷേ അവർക്ക് ചിലവിന് ഇത് വേണം, 100 ഇത് വണ്ടിക്കൂലി വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കും. സാധനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ ഞാൻ പോയി മേടിച്ചു കൊടുക്കും. അപ്പോൾ സാധനം മേടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പൈസ ഇല്ലെന്ന് വിചാരത്തിലല്ലല്ലോ, നമ്മൾ പോകുന്നു, മേടിച്ചു കൊടുക്കുന്നു, പോരുന്നു. ഇവിടെ വരുമ്പോൾ വണ്ടിക്കൂലി സാധനം കൊടുക്കാറുണ്ടല്ലോ, അത് അങ്ങ് കൊടുത്തു വിടും. ബർത്ത്ഡേ അവിടെ ഡിസംബർ 9 അവിടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ കൂട്ടുകാർ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ലഡു മേടിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ ഈ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് കൂട്ടുകാർ തന്നെ കേക്ക് മേടിച്ച് ബർത്ത്ഡേ ആഘോഷിച്ചു. എന്തായാലും 1,00,000 മുകളിൽ സാലറി ഉണ്ട്, എന്നിട്ട് ബർത്ത്ഡേക്ക് ഒരു കേക്ക് മേടിക്കാൻ പോലുള്ള പൈസ കയ്യിലില്ല എന്ന് പറഞ്ഞാണെങ്കിൽ എന്താണ് പെൺകുട്ടിയുടെ അവസ്ഥ? ഈ സംഭവങ്ങളെല്ലാം മേഘയുടെ മാതാപിതാക്കൾ അറിയുന്നത് മേഘയുടെ സഞ്ചയനത്തിന് അന്നാണ്. അന്ന് മേഘയുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ സഞ്ചയനത്തിന് വന്നപ്പോൾ അവര് പറഞ്ഞിട്ടാണ് മാതാപിതാക്കൾ അറിയുന്നത്. ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഇത് അറിയുമ്പോഴുള്ള മാതാപിതാക്കളുടെ മാനസികാവസ്ഥയെ കുറിച്ചാണ്. അവനെ കൊല്ലാനുള്ള ദേഷ്യം എന്തായാലും അവരുടെ മനസ്സിലുണ്ടാകും. എന്തായാലും മേഘയുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇതെല്ലാം പറഞ്ഞതോടെ മേഘയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് മേഘയുടെ പണമിടപാടുകളെ കുറിച്ച് കൂടുതൽ വ്യക്തത വന്നത്. ഗൂഗിൾ പേയിലൂടെ മാത്രം മേഘയിലൂടെ സുഗാന്ത് 3.5 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മേഘയുടെ അമ്മാവൻ തന്നെ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അന്ന് കണ്ടോക്കാം. ഇപ്പം ഞങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തു. അപ്പോഴാണ് ഞങ്ങൾ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയാൻ കഴിയുന്നത്. കാരണം അവിടെ 8-9 മാസം കൊണ്ട് ഈ പൈസകൾ അവൾ ജോലി ചെയ്യുന്ന പൈസകളെല്ലാം കൈപ്പറ്റിയിരിക്കുന്ന അവനാണ്. അതായത് ഇവിടെ അക്കൗണ്ടിലേക്ക് വരുന്നു, നേരെ അവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ പോകുന്നു, സുഗാന്ത് സുരേഷിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ പോകുന്നു. അപ്പോൾ ലാസ്റ്റ് പരിശോധിച്ചപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഫുള്ളിരുന്നാണ് ഇത് മൊത്തം പരിശോധിച്ചത്. ഏകദേശം 90 പേജ് അങ്ങോട്ടുണ്ടായിരുന്നു. അത് മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് കോപ്പി എടുത്തിട്ട്. അപ്പോൾ അത്ര എടുത്ത് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സുഗാന്ത് സുരേഷ് അടുത്ത, അതായത് ഈ നമ്മൾ പ്രസൻറ്റിൽ ഈ 3 മാസം, ഇത് മാർച്ചല്ലേ, മാർച്ച് മുതൽ അങ്ങോട്ടൊരു 3-4 മാസത്തെ ഫുൾ ശമ്പളം വരുന്ന ദിവസം തന്നെ ആ സെക്കൻഡിൽ തന്നെ അവൻ്റെ അക്കൗണ്ടിലേക്ക് പോവുകയാണ്. അവൻ പിന്നെ ഒരു പിച്ചക്കാശ് കൊടുക്കുന്നതിൻ്റെ കുട്ടിക്ക് ഒരു 50, 1000, 500, 5000 ഹോസ്റ്റൽ ഫീസ് വരെ അവിടെ പൈസ തന്നെ ഇവക്ക് അയച്ചു കൊടുത്തിട്ട് ഹോസ്റ്റലിൽ കൊടുക്കുക. അതായത് അവളെ ആ ഒരു ശിക്ഷ പോലെ, നമ്മളൊരു ജയിൽ ശിക്ഷ പോണക്ക് കുറേശ്ശെ പൈസ കൊടുത്ത് അവൾക്ക് നല്ലപോലെ ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലെന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത്. കാരണം അവിടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടുകളിൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ടാണ് ഈ കുട്ടി കഴിഞ്ഞിരുന്നത് എന്നുള്ളത് ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ടും സുഗാന്ത് സുരേഷാണ് ഈ മരണത്തിന് ഉത്തരവാദി. അവനെ ഇപ്പോൾ ഞങ്ങളുടെ സംശയം, ഞങ്ങളുടെ കുട്ടിയെ അവൻ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ടും ബാങ്കിങ് സ്റ്റേറ്റ്മെൻറ്റിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഉൾപ്പെടെയുള്ള രേഖകളുണ്ട്. നിരന്തരം എറണാകുളം, തിരുവനന്തപുരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് മൊത്തം പരിശോധനയ്ക്ക് ഓക്കെ, അതാണ് അവസ്ഥ. എന്തായാലും നിലവിൽ ഈ പറഞ്ഞ സുഗാന്തിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. കേസിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നത് വരെ മിക്കവാറും ജോലിയിൽ തിരിച്ചെടുക്കാനുള്ള സാധ്യത കുറവാണ്. എന്റെ അഭിപ്രായത്തിൽ ഇവനൊക്കെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം, വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് ജീവിക്കട്ടെ. ഒരു പെണ്ണിന്റെ ജീവിതം ഇല്ലാതാക്കിയതിന് ഇവൻ എങ്ങനെയെങ്കിലും കുറച്ച് അനുഭവിക്കട്ടെ. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് മേഘയുടെ അമ്മാവൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതാണ് എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചു കളഞ്ഞത്. അന്ന് കേട്ടോ. അത് സുഗാന്ത് സുരേഷ് എടപ്പാൾ സ്വദേശിയാണ്. അദ്ദേഹം IV ജോലിക്കാരനാണ്, നെടുമ്പാശ്ശേരി. അദ്ദേഹമായിട്ട് 5-8 മാസത്തിന് മുമ്പുണ്ടായ ഒരു പ്രണയമാണ് ഈ ആത്മഹത്യ അല്ലെങ്കിൽ അവിടെ മരണത്തിലേക്ക് കലാശിച്ചത്. ഓക്കെ, ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതായത് വെറും 5-8 മാസത്തെ പരിചയം, അതല്ലെങ്കിൽ 5-8 മാസത്തെ പ്രണയം മാത്രമാണ് അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ ഇവളെ ഇങ്ങനെയൊക്കെ ചൂഷണം ചെയ്തു അല്ലേ? അതാണ് എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞത്. 5-8 മാസം കൊണ്ട് ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മറ്റൊരു വ്യക്തിയെ ചൂഷണം ചെയ്യാൻ കഴിയും. പിന്നെ ആ പെൺകുട്ടി ഒരു പാവം പെണ്ണല്ലേ, ഈ പാവങ്ങളെ പറ്റിക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, എളുപ്പമുള്ള കാര്യമാണ്. എന്നിരുന്നാലും ഇത്രയുമാണ് മേഘയുമായി ബന്ധപ്പെട്ട് ഇപ്പം പുറത്തു വന്ന വിവരങ്ങൾ. ഈ ന്യൂസുകളുടെയൊക്കെ കമന്റ് ബോക്സിൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇവന്റെയൊക്കെ കോലം കണ്ട് ഇവൾക്ക് എങ്ങനെയാണ് ഇവനെ പ്രണയിക്കാൻ തോന്നിയെന്നൊക്കെ അവരോട് എനിക്ക് പറയാനുള്ളത്, കോലത്തിലൊന്നും ഒരു കാര്യമില്ല മക്കളെ, വർക്കിലാണ് കാര്യം, അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.